ചെയ്യുകയാണ്. വെൽക്കം ടു ദിസ് absolutely spectacular event. Welcome to the press meet of the much awaited movie Patriot. In the teaser followed by trailer. ഇത് മൂന്നും ഒറ്റയടിക്ക് ഒരിക്കൽ കൂടെ വലിയ സ്ക്രീനിൽ കണ്ട് ചില സ്പെഷ്യൽ മൊമെന്റ്സും അവരുടെ ത്രൂ ഔട്ട് ഇത്രയും ഡെക്കേഡ്സ് ഉള്ള ഒരു യാത്രയുടെ ഒരു അവതരണം ഒരു വീഡിയോ രൂപത്തിൽ കാണാം. On to the screen. അദ്ദേഹത്തിനായിട്ട് ഇവിടെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ he wants to sit there, no problem, wherever you want. Here with us, let's bring him on stage. When you're ready, whistle, whatever you need to do it, because there is none other like him. There is nobody else but Mammootty. Welcome, Mammootty. പിന്നെ ഇവിടെ ഇരുന്ന് കുറച്ച് നേരമായിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുപിടിക്കുമ്പോൾ എൻ്റെ കണ്ണൊരു പെർട്ടിക്കുലർ വ്യക്തിയിൽ ഇങ്ങനെ ഉടക്കി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്റ്റേജിലോട്ട് കൊണ്ടുവരാം. The absolutely handsome, the heartthrob of all of us, the ever charming star. Welcome Ishan, Shahan Siddiq and Sanam. നമസ്കാരം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. നമുക്ക് പറഞ്ഞതുകൊണ്ട് മലയാളിയുടെ പദസമ്പത്തിൽ കയറിയിട്ടുള്ള ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. മമ്മൂട്ടിയുടെ പദസമ്പത്തിൽ കയറിയിട്ട് അവർ ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ക്വൈറ്റ് ബിക്കമിങ് ആൻ ഓഫീസർ, ബ്ലഡി റൊമാൻറ്റിക് ഒക്കെ. അപ്പോൾ പാട്രിയോട്ട് ഇറങ്ങിയതിനു ശേഷം ആളുകൾ സോഷ്യൽ ഇവാലുവേറ്ററിനെ പറ്റിയിട്ടും പെരിസ്കോപ്പിനെ പറ്റിയിട്ടും സോഷ്യൽ സ്കോറിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കുന്നു, അറിയാൻ ആഗ്രഹിക്കുന്നു. പാട്രിയോട്ട് കണ്ടാലും അവർക്കുള്ളൊരു ടേക്ക് അവേ ആസ് ആൻ ഇൻഫർമേഷൻ സോഷ്യൽ സ്കോറും സോഷ്യൽ ഇവാലുവേറ്ററും പെരിസ്കോപ്പും ഒക്കെ ആയിരിക്കും. അതെ, ഒന്ന് വിശദീകരിക്കാൻ ആണ് സിനിമ. എനിക്ക് ഇതെല്ലാം കൂടെ പറഞ്ഞാൽ പെരിസ്കോപ്പ് ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഷ്യൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞ സോഷ്യൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇവാലുവേഷൻ. പിന്നെ ഇതൊരു അവയർനെസ് സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ ഈ ടെക്നോളജിയുടെ ആധിക്യമോ അല്ലെങ്കിൽ അവരുടെ ഒരു അപ്രമാദിത്യം കൊണ്ടോ ഒക്കെ നമ്മൾ സാധാരണക്കാർ വിട്ടുപോകുന്ന ഒരുപാട് അപകടം പലതും നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചാണ്. പലതും നമ്മളെ കൊടുക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സിനിമയുടെ കുറേ ഭാഗങ്ങൾ. പക്ഷെ അതിലേക്കുള്ള ശ്രമങ്ങളും എന്ത് കാര്യത്തിലിറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ എതിർപ്പുണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും. അതും അതിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് ഒരു സിനിമയാണ്. എന്ത് കാര്യത്തിലിറങ്ങിയാലും ഒരു എതിർപ്പുണ്ടാവും. ആ എതിർപ്പിനെ തരണം ചെയ്തുകൊണ്ടുള്ള യാത്രയാണ് സിനിമ. അതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങൾ ആരുമില്ലാതെ ഈ സിനിമ മുമ്പോട്ട് പോവുകയോ പൂർണ്ണമാവുകയില്ല. കമേഴ്ഷ്യൽ ഘടകം സിനിമ രസകരവും വിജ്ഞാനപ്രദവും ചിന്താദീപകവും ഒക്കെ ആവുന്നതാണ്. പൂർണ്ണമായിട്ട് തിരിച്ചുല്ലിച്ചിട്ട് പോകുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ടേക്ക് അവേ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒന്നെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല, എന്നാലും ആഗ്രഹിക്കാറുണ്ട്. അതൊക്കെ എന്തെങ്കിലും കൂടെ ചേർത്തിട്ടുണ്ട്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ വ്യവസായ ഘടനയുടെ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ എലമെന്റ്സിന്റെ ഭാഗമാണ്. അത് ഈ സിനിമയിൽ ഉടനീളമുണ്ട്. അല്ലെങ്കിൽ ഈ സിനിമ അങ്ങനെയുള്ളതല്ല. നമുക്ക് ഇപ്പം ഇന്ത്യൻ സിനിമയിൽ സ്റ്റാർഡം നോക്കാതെ സിനിമ ചെയ്യുന്ന രണ്ട് സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് മമ്മൂക്കയും ലാലേട്ടനുമാണ്. ഇപ്പം പാട്രിയോട്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആക്ടിങ് ഈസ് ഓൾസോ റിയാക്ടിങ് എന്നുള്ള രീതിയിൽ ഇന്റർവ്യൂവിൽ പറയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ലാലേട്ടനായിട്ട് കോമ്പിനേഷൻ ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ കൊടുക്കാനായിട്ട് ഇപ്പോൾ ഡയറക്ടർ പറയുന്ന അല്ലാതെ എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതിനെ പറ്റി അതെല്ലാവരുടെ കൂടെ ഉണ്ട്. ലാലേട്ടൻ്റെ കൂടെ ഒന്നല്ല. ലാലേട്ടൻ ആരോട് അഭിനയിച്ചാലും അതുണ്ടാവും, ഞാൻ ആരോട് അഭിനയിച്ചാലും ഉണ്ടാവും. അങ്ങനെ റിയാക്ട് ചെയ്യണ്ടേ. പിന്നെ അഭിനയത്തിൻ്റെ എല്ലാ കാര്യവും സംവിധായകൻ പറഞ്ഞു തരണം എന്നില്ല. നമ്മൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തിയാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റ് തിരുത്തുക മാത്രമേ ഒരുവിധം പരിചയസമ്പന്നരായ സംവിധായകർ ചെയ്യാറുള്ളൂ. അല്ലാതെ എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും മാറിയുന്ന മോണായിട്ട് കാണിക്കുമെന്നുള്ള ഡയറക്ടർ നമ്മളെടുത്ത് നമ്മുടെ സീൻ വായിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അതെങ്ങനെ ചെയ്യും 1, 2, 3 പ്രാവശ്യം കണ്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി അങ്ങനെ ബോധ്യപ്പെട്ടതിന് ശേഷം ഇത് ടേക്കായിട്ട് വരും. ടേക്ക് എടുത്താലും അത് കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഓഫ്കോഴ്സ് നമ്മൾ ക്യാമറ ഓണാകുമ്പോൾ കഥാപാത്രങ്ങളായിട്ട് മാറുന്നു. എന്നതിനപ്പുറം രണ്ട് പ്രതിഭകളുടെ കൂടെ, മഹാപ്രതിഭകളുടെ കൂടെ അവരോടൊപ്പം ഒരു സിനിമ യാത്ര എന്ന് പറയുന്നത് ഏതൊരു അഭിനേതാവും മലയാളത്തിലുള്ള അഭിനേതാവ് എന്നുള്ള മാത്രമല്ല ഏതൊരു അഭിനേതാവും കൊതിക്കുന്ന കാര്യമാണ്.
അപ്പോൾ ആ ഭാഗ്യങ്ങൾ വീണ്ടും വരുന്നു എന്നുള്ളതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. മമ്മൂക്കയോടും ലാലേട്ടനോടൊപ്പം ഉള്ള നിമിഷങ്ങൾ, ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളാണ്, പാഠങ്ങളാണ്. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള എൻ്റെ അഭിനയ ജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഒരുപാട് ഓർമ്മകളും ഒരുപാട് പാഠങ്ങളും അനുഭവങ്ങളും തരുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ 110% എൻജോയ് ചെയ്തു. ഒരു വ്യക്തി എന്നുള്ള രീതിയിലും, ഒരു അഭിനേതാവ് എന്നുള്ള നിലയിലും, ഒരു ഫാൻ ബോയ് എന്നുള്ള നിലയിലും. ഇതിന് മമ്മൂക്ക ഒത്തിരി മുൻപന്തിയിലേക്ക് ആളാണ്. ടെക്നോളജിയിൽ ഇപ്പൊ മമ്മൂക്ക മുൻപന്തിയിലേക്ക് ആളാണ്. ഇപ്പൊ ഒരു പുതിയ ഫോൺ ഇറങ്ങിയാലും മമ്മൂക്ക ആദ്യം സ്വന്തമാക്കും. അതേപോലെ സിനിമയുടെ ടെക്നോളജിയിൽ ഐമാക്സിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമ മമ്മൂക്കയുടെ നമുക്ക് എപ്പോ കാണാൻ പറ്റും? അതിനുവേണ്ടി ഒരു ട്രൈ ചെയ്ത് ഫോണൊന്നും വലിയ ടെക്നോളജി അല്ല. ഇപ്പോൾ ഐമാക്സിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഐമാക്സ് ക്യാമറ ഉണ്ടാവും. ഐമാക്സ് ക്യാമറ എന്ന് മാത്രം പോകും. നോളനൊക്കെ ക്യാമറ ഉണ്ടാക്കിയിട്ടാണ് എല്ലാ രാജ്യവും ഷൂട്ട് ചെയ്യുന്നത്. ശരി, അപ്പൊ പുള്ളി സംബന്ധിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു കഥ വന്ന് നമുക്ക് എടുക്കാം. ഇപ്പൊ മമ്മൂക്കയുടെ ഹോൾ കരിയറിൽ ഇപ്പൊ 10,000-ന് മുകളിൽ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ഒരു അറൗണ്ട് 500 സിനിമ മമ്മൂക്ക ചെയ്തു. ഈ പാട്രിയോട്ടിന്റെ ഏത് മൂമെന്റിലാണ് മഹേഷ് സാറ് കഥ പറഞ്ഞപ്പോ മമ്മൂക്ക് ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ചത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു മൂമെന്റ് വെച്ചിട്ട് നമുക്കൊരു സിനിമ തീരുമാനിക്കാൻ പറ്റില്ല. ഒരു സിനിമയെ നമ്മളെ സംവിധായകൻ കഥ പറയുമ്പോൾ, കഥാകൃത്ത് കഥ പറയുമ്പോഴല്ലേ പറയും. സംവിധായകൻ കഥ പറയുമ്പോൾ നമുക്ക് സിനിമ കാണാൻ പറ്റിയെങ്കിൽ അത് നല്ല സിനിമയായിരിക്കും. അത് നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം സംവിധായകൻ നമ്മളെക്കാൾ മുമ്പേ ആ സിനിമ കണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. ഈ സ്ക്രിപ്റ്റ് വായിച്ച വീട്ടിലെ ഹോംവർക്ക് all the women in the film are എനിക്ക് പേഴ്സണലി ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ആക്ടേഴ്സ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി. ആൻഡ് ദ ഫിലിം ഐ തിങ്ക് യു വിൽ കാണുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. ഇതിലൊരു കാർ ചേസിംഗ് സീൻ നമ്മൾ പോസ്റ്ററൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു റൂമറൊക്കെ വന്നിരുന്നു. അതായത് മമ്മൂക്ക ലാലേട്ടൻ്റെ കാലിനാണ് ഹോൾഡ് ചെയ്തിരുന്നത് ആ സീനിനകത്ത്. അപ്പോൾ ആ ഒരു സീൻ ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ലാലേട്ടൻ്റെ കാലിലാണ് മമ്മൂക്ക ഹോൾഡ് ചെയ്ത് നിന്നത്. അതായത് ആ കാർ ചേസിംഗ് സീനിനകത്തെ ഈ ഡോറ് സൈഡിലോട്ട് കാല് ഹോൾഡ് ചെയ്യുന്നില്ല. ഒരു റൂമറൊക്കെ വന്നിരുന്നു. അതായത് ഊന്നുവടി വെച്ചിരിക്കുക. ആ ഒരു ഫൈറ്റ് സീൻ ചെയ്ത, അതായത് ആ ചേസിംഗ് സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ചേസിംഗ് സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചേസിംഗ് സീൻ വണ്ടി ഓടിക്കുന്നത് ചാക്കോച്ചനാണ്. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ അവശനാ പുള്ളിയുടെ കാലം ചെയ്യും. അപ്പൊ ചേസ് ചെയ്യുന്ന മുഴുവൻ വലിയ ഹീറോസ് ഒക്കെ അടിക്കുന്നത് ചാക്കോച്ചനാണ്. ചാക്കോച്ചനോട് ചോദിക്കുക എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഞങ്ങൾ രണ്ടുപേരും പാസഞ്ചേഴ്സാണ്. സത്യം ചോദിച്ചു നോക്കും. പറ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വീടിൻ്റെ ഇടയ്ക്ക് ഏറ്റവും നല്ല മൊമെന്റ്സ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചേസായിട്ട് എനിക്ക് തോന്നിയില്ല. ഐ വാസ് ചേസിങ് മൈ ഡ്രീംസ്. ഒരു കാര്യം ഒന്ന് ഉറപ്പിച്ച സമയത്തിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു ചോദ്യം, മഹേഷ് മമ്മൂക്ക രണ്ടുപേരും ഒരുമിച്ച് നമ്മൾ ഓരോ കാര്യം ജഡ്ജ് ചെയ്യുന്നത് കാഴ്ചയിലൂടെയാണ്. ഇപ്പം സച്ചിൻ തെണ്ടുൽക്കർ വലിയൊരു ക്രിക്കറ്ററാണെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കിയത്. നമുക്കൊരു മഹാനായ നടനാണെന്ന് നമ്മൾ അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കിയതാണ്, അനുഭവം കൊണ്ട് മനസ്സിലായതാണ്. അപ്പൊ ഈ ട്രെയിലറിന്റെ അവസാനം നമുക്ക് പറയുന്നുണ്ട്, ഞാനൊരു പാട്രിയോട്ടാണെന്ന് പറയുന്നുണ്ട്. ദേശസ്നേഹത്തിനൊരു അളവുകോലുണ്ടോ? അതിനൊരു മാനദണ്ഡം എങ്ങനെയാണ്? അങ്ങനെ നമ്മൾ അയാളുടെ വലിയ ദേശസ്നേഹിയാണെന്ന് നമ്മൾ പറയണമെങ്കിൽ അതിനൊരു അളവുകോലുണ്ടോ? അത് ചോദ്യമാണ്. ആക്ച്വലി അത് പടം കണ്ട് തീരുമ്പം മനസ്സിലാക്കണം വെദർ ഈസ് ഇറ്റ് പേട്രിയോട്ട് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. അത് ക്വസ്റ്റ്യനായിട്ട് തന്നെയാണ്. അത് ആൻസർ ചെയ്യേണ്ടത് പ്രേക്ഷകർ. ദേശാഭിമാനി, രാജ്യസ്നേഹി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വ്യത്യസ്തമായ അതിലേതാണ് ഇതിന് അർത്ഥമാക്കുന്നത് നമ്മൾ സിനിമ കാണിച്ചു. ഒരു മറുചോദ്യം ഗൈസ് ഇവിടെ മിണ്ടാതിരിക്കുകയാണ്. ഐ ഹോപ്പ് ദ ക്യാരക്ടർ സ്പീക്സ് ലൗഡ് ഇൻ ദ മൂവീസ്, ഓൾ 3 of yours, ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഒരു വേദിയിൽ നിങ്ങൾ സംസാരിക്കാതെ പോകുന്നത് നമ്മൾ സോ ഐ വുഡ് ലവ് ടു റിക്വസ്റ്റ് യുവർ സെൽഫ് ടു നമ്മൾ സിനിമ മൂന്നാമത്തെ സിനിമ പറ്റിയ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ചാക്കോച്ചനുണ്ട്, വളരെ മര്യാദക്കാരാണ്. കുഴപ്പമൊന്നുമില്ല. നമ്മളെ കണ്ടും വളർന്നതല്ലേ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിടിച്ച് നിർത്താവുന്നവരേ ഉള്ളൂ. നമ്മൾ കൈവിട്ട് പോകില്ല അവര്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടുഡേ. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ആക്ടറെ സംബന്ധിച്ച് എനിക്കൊരു ഡ്രീമാണ്. കാരണം ഈ പടത്തിൽ എന്നെ കാസ്റ്റ് ചെയ്തത് സിനിമ സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ്. അപ്പോൾ ഈ പടം അനൗൺസ് ചെയ്ത സമയത്ത് എന്നാണ് ടൈറ്റിൽ എടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അയച്ചു കൊടുത്തത് ഇങ്ങനത്തെ ഒരു മൂവി ഉണ്ട്, നമുക്ക് എല്ലാവരും വീണ്ടും ഒരുമിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരു ജസ്റ്റ് ആസ് എൻ ഓഡിയൻസ്. പക്ഷേ ഇതിൽ എന്നെ കാസ്റ്റ് ചെയ്യാൻ ഒരു ക്യാരക്ടറെ വിളിച്ചപ്പോൾ ഇതിനെക്കാളുന്നത് ഒന്നുമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് മഹേഷേട്ടാ, ആൻഡ്രു ചേട്ടൻ. നമുക്ക് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അതേപോലെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് മൂവി. ബിക്കോസ് 1.5 വർഷം എടുത്ത് ഷൂട്ട് ചെയ്യും. നമുക്ക് മാസത്തിൽ 2-3 ദിവസമൊക്കെ വർക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ രാജ്യങ്ങളിലാണ് നമുക്ക് വീട്ടിലൊക്കെ പറയാൻ ഭയങ്കര അഭിമാനമായിരുന്നു.
ഞാനിപ്പോൾ അസർബൈജാനിലെത്തി, ഞാൻ ശ്രീലങ്കയിലെത്തി, ഞാൻ വീണ്ടും ശ്രീലങ്കയിലെത്തി. പിന്നെ ഞാൻ പറയുന്നത് നമ്മൾ പോകാൻ ഐഡൻറ്റിറ്റി ഒക്കെ ഇല്ലേ, അതൊക്കെ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്.